റുസ്താക്കിൽ നിന്ന് കാണാതായ ബംഗ്ലാദേശി യുവതിയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി റോയൽ ഒമാൻ പോലീസ്. വികസന കുതിപ്പിനൊരുങ്ങി ബുറൈമി. ഒമാനിൽ കടുത്ത ചൂട്, വാഹന സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെ കർശന നിർദ്ദേശം. കേരളത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ PN പണിക്കരുടെ സ്മരണാർത്ഥം മസ്കത്തിലെ അൽബാജ് ബുക്സ് വായനാ ദിനം ആചരിക്കും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിലെ റുസ്താക്കിൽ നിന്ന് കാണാതായ ബംഗ്ലാദേശി യുവതിയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി റോയൽ ഒമാൻ പോലീസ്. മെയ് 31 മുതലാണ് അക്താർ ഷാ ജാൻ എന്ന യുവതിയെ റുസ്താഖ് വിലായത്തിലെ കുടുംബ വീട്ടിൽ നിന്ന് കാണാതായതെന്നും ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ പോലീസ് ഓപ്പറേഷൻസ് സെന്റർ നമ്പറായ 9999 സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്നും ROP അഭ്യർത്ഥിച്ചു. ബുറൈമി ഗവർണറേറ്റിന്റെ സമഗ്ര വികസനത്തിനായി 60.2 ലക്ഷത്തിലധികം ഒമാനി റിയാലിന്റെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഗവർണറേറ്റിന്റെ 2026 വികസന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് വിവിധ തന്ത്രപ്രധാന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബുറൈമി, മഹ്ദ, സുനൈന എന്നീ വിലായത്തുകളിലായി പരന്നു കിടക്കുന്നതാണ് ഈ പദ്ധതികൾ. ഗവർണറേറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പൊതുജന സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക, പ്രാദേശിക നിക്ഷേപ അവസരങ്ങളെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ വൻ നിക്ഷേപത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരങ്ങളുടെ മോടി കൂട്ടുന്നതിനോടൊപ്പം സ്വദേശികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും ഈ പദ്ധതികൾ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ താപനില ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് വാഹന ഉടമകൾക്ക് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഡ്രൈവർമാർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഉയർന്ന താപനില കാരണം വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള സാധ്യതയും മറ്റ് സുരക്ഷാ ഭീഷണികളും ഏറെയാണ്. അതിനാൽ എളുപ്പത്തിൽ തീ പിടിക്കുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും വാഹനങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കരുത്. വേനൽക്കാലത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് മെക്കാനിക്കൽ തകരാറുകളോ ഇന്ധന ഓയിൽ ചോർച്ചയോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളെ പെട്ടെന്ന് നേരിടുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി എല്ലാ വാഹനങ്ങളിലും അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ കരുതണമെന്നും ROP നിർദ്ദേശിച്ചു. കേരളത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ PN പണിക്കരുടെ സ്മരണാർത്ഥം മസ്കത്തിലെ അൽബാജ് ബുക്സ് വായനാ ദിനം ആചരിക്കും. റൂവി CBDയിലുള്ള അൽബാജ് ബുക്ക് സ്റ്റാളിൽ ജൂൺ 19 വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഒമാനിലെ കലാ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. പുസ്തക ലോകത്തെ പുതിയ വിശേഷങ്ങളും വായനാനുഭവങ്ങളും ചർച്ചയാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.